എംഫ്ലിൻ്റ് മീഡിയയിലേക്ക് സ്വാഗതം. റാഫേൽ വിമാനം അത് വിവാദത്തിൻ്റെ ചിറകിലേറി പറന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ ഇതുവരെയും ആ വിമാനം എത്തിയിട്ടില്ലെങ്കിൽ പോലും വിവാദത്തിൻ്റെ ചിറകിലേറി പറന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റാഫേലിൽ തന്നെ കയറി പിടിച്ചിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് റാഫേൽ വിവാദവുമായി ബന്ധപ്പെട്ട് താൻ പറഞ്ഞ കാര്യങ്ങൾ, റാഫേൽ വിമാനത്തിൻ്റെ കപ്പാസിറ്റി സംബന്ധിച്ച് താൻ പറഞ്ഞ കാര്യങ്ങൾ കോൺഗ്രസ് നേതാക്കൾ, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാക്കൾ അതിൻ്റെ സാമാന്യ ബുദ്ധിയോടെയല്ല കണ്ടത്, അവർക്ക് കോമൺ സെൻസ് ഇല്ലാതെ പോയി എന്നാണ് അദ്ദേഹം ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. എന്താണ് മോദി നേരത്തെ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് ബാലാക്കോട്ടിൽ നടന്ന തിരിച്ചടി, പാകിസ്ഥാന് ഇന്ത്യ നൽകിയ തിരിച്ചടി, പുൽവാമ ആക്രമണത്തിനുള്ള തിരിച്ചടിയായി ബാലാക്കോട്ടിൽ നൽകിയ സർജിക്കൽ സ്ട്രൈക്ക്, ആ സ്ട്രൈക്കിൽ ഈ റാഫേൽ വിമാനം ഉണ്ടായിരുന്നെങ്കിൽ ഫലം മറ്റൊന്നാകുമായിരുന്നു എന്നാണ്. എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ച ഫലം? അത് ഇന്ന് അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. ആ വിശദീകരണം, ആ വിമാനം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പറന്ന ഒരു പോർ വിമാനം തകർന്നു വീഴില്ലായിരുന്നു. അതേപോലെ ഇന്ത്യയെ ആക്രമിക്കാൻ വന്നിട്ട് തിരിച്ച് ഒരു പാകിസ്ഥാൻ വിമാനം രക്ഷപ്പെടില്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം പ്രകരശേഷിയുള്ള ഒരു വിമാനമായിരുന്നു അത്. രാഹുൽ ഗാന്ധിയും മറ്റും ഇടപെട്ടിട്ട് അത് ഇന്ത്യക്ക് കിട്ടാതെ പോയി എന്നുള്ള മട്ടിലാണ് അദ്ദേഹം അത് അവതരിപ്പിച്ചത്. വാസ്തവത്തിൽ റാഫേൽ സംബന്ധ വിവാദം നമുക്കെല്ലാവർക്കും അറിയാം. റാഫേൽ സംബന്ധമായി അനിൽ അംബാനിയുടെ ഒരു ഇടപെടലിനെ തുടർന്ന് ആ റാഫേൽ ഇടപാടിൽ അഴിമതി നടന്നു വന്നു, 30,000 കോടി രൂപയുടെ അഴിമതി നടന്നു വന്നു. വളരെ കാലമായി നടക്കുന്ന ഒരു ആരോപണമാണ്. ഏറ്റവും ഒടുവിൽ ദ ഹിന്ദുവിൻ്റെ എൻറാം തന്നെ അതിനെ സംബന്ധിച്ച ഒരുപാട് വിശദാംശങ്ങൾ, അഴിമതി സംബന്ധിച്ച ഒരുപാട് വിശദാംശങ്ങൾ കൊണ്ടുവന്നു. അതിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഇത് വൈകുന്നതിൽ, ഈ റാഫേൽ ഇടപാട് വൈകുന്നതിൽ പോലും പഴയ കരാർ പുതുക്കിയതിൽ അല്ലെങ്കിൽ കരാറിൽ മാറ്റം വരുത്തിയതിന് മുഖ്യമായ പങ്കുണ്ട് എന്നുള്ളതാണ് റാമിൻ്റെ ആ ഒരു കണ്ടെത്തൽ. മറ്റൊന്ന്, ഈ റാഫേൽ വിമാനം ഇപ്പോൾ ഉണ്ടായിരുന്നു വയ്ക്കൂ, ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? പാകിസ്ഥാനെ തകർത്ത് കളയുമായിരുന്നു. അതായിരുന്നില്ലല്ലോ ഉദ്ദേശം. സർജിക്കൽ സ്ട്രൈക്കുമായി മാത്രമല്ലേ ഉദ്ദേശിച്ചുള്ളൂ. ചെറിയ തരത്തിലുള്ള ഭീകരാക്രമണ ക്യാമ്പ് തകർക്കുക, ഭീകരന്മാരുടെ ക്യാമ്പുകൾ തകർക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമല്ലേ സർക്കാരിനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ലക്ഷ്യം, ചെറിയ ലക്ഷ്യം സാധിക്കാൻ നിലവിലുള്ള വിമാനങ്ങൾ പോരെ? മിറാഷ് പോലുള്ള വിമാനങ്ങൾക്ക്, മിഗ് പോലുള്ള വിമാനങ്ങൾക്ക് അതിനുള്ള പ്രാപ്തിയില്ലെന്നാണോ? അങ്ങനെയാണെങ്കിൽ നമ്മളിനി ഈ വിമാനങ്ങൾ റാഫേൽ ഇല്ലാതെ നമ്മളിനി പിടിച്ചേക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് നിലവിലുള്ള വിമാനങ്ങൾ, യുദ്ധവിമാനങ്ങളും പോർ വിമാനങ്ങളും മറ്റ് ആയുധങ്ങളും പടക്കോപ്പുകളും ഒക്കെ തന്നെ മതിയാകുന്നതാണ്. പിന്നെ നമ്മുടെ ആ യുദ്ധത്തിൻ്റെ കുന്തമുന ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മൾ പുതിയ പുതിയ സാധനങ്ങൾ വാങ്ങണം. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ റാഫേൽ കരാർ വയ്ക്കുകയും, റാഫേൽ കരാറിൻ്റെ തുടക്കം തന്നെ കഴിഞ്ഞ യു പി എ ഗവൺമെൻറ് കാലത്താണ്. അപ്പോൾ ഏത് ഗവൺമെൻറ് വന്നാലും നമ്മുടെ സായുധശേഷി, പ്രത്യേകിച്ചും നമ്മുടെ പ്രതിരോധശേഷി, ആക്രമണശേഷി എല്ലാം വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ എല്ലാ ആധുനിക സംവിധാനങ്ങളും, ആധുനിക ഉപകരണങ്ങളും, ആധുനികമായ യുദ്ധവിമാനങ്ങളും വാങ്ങേണ്ടത് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഈ സർജിക്കൽ സ്ട്രൈക്ക്, ചെറിയൊരു മിന്നലാക്രമണം നടത്തുന്നതിന് ആ റാഫേൽ ഇല്ലാത്തതിൻ്റെ പേരിൽ നമുക്കെന്തോ സംഭവിച്ചു എന്നുള്ള മട്ടിൽ പ്രധാനമന്ത്രിയെ പോലെ ഉള്ള ഒരാൾ ഇങ്ങനെ അവതരിപ്പിക്കുന്നത് കേൾക്കുമ്പോൾ വാസ്തവത്തിൽ കൊച്ചുകുട്ടികൾ സംസാരിക്കുന്ന പോലെ നമുക്ക് തോന്നും. അപ്പോൾ നമുക്ക് ഇപ്പോഴുള്ള മിറാഷ് വിമാനങ്ങളെല്ലാം നമ്മൾ ഷെഡ് ചെയ്യണമെന്നുള്ളതാണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? ഇനി ചെറിയൊരു സ്ട്രൈക്കിന് പോലും ഈ മിറാഷ് വിമാനങ്ങൾ ഫലപ്രദമല്ലെന്നാണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഇങ്ങനെയെല്ലാമുള്ള കാര്യങ്ങളിൽ ഉള്ള വിവാദം ഒരു കണക്കിന് നല്ലതാണ്. മോദി ഈ റാഫേലിൽ കയറി പിടിച്ചിരിക്കുന്നത് ഒരു കണക്കിന് നല്ലതാണ്. കാരണം മോദിയെ അടിക്കാനായിട്ട് ഏറ്റവും ഒടുവിൽ പ്രധാനമായും കരുവാക്കിയിരിക്കുന്നത് രാഹുൽ ഗാന്ധി, ഏറ്റവും പ്രധാനമായും കരുവാക്കിയിരിക്കുന്നത് റാഫേലാണ്. അപ്പോൾ ആ റാഫേലിൻ്റെ പിന്നിലെ അഴിമതിയെക്കുറിച്ചുള്ള ചർച്ച ഇല്ലാതാക്കാൻ, അല്ലെങ്കിൽ അത് മറച്ചു വയ്ക്കാൻ, റാഫേലിൻ്റെ ശേഷിയുടെ ഉദ്ഘോഷം അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള വാദാരാധികളുടെ ഉദ്ഘോഷം നടത്തിയാൽ മറ്റത് മായും എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കരുതുന്നു എന്ന് വേണം കരുതാൻ. വാസ്തവത്തിൽ അത് അദ്ദേഹത്തിന് പറ്റുന്ന ഒരു അബദ്ധമായിരിക്കും എന്നാണ് നമുക്ക് പറയാൻ കഴിയുക.